എളുപ്പത്തിൽ അടിക്കാൻ പറ്റിയ ഒരു ഉടുപ്പ് നോക്കിയാലോ, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ഇതൊരു ഷാളാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിക്കാതായിപ്പോയ ഷാളാണ്. അപ്പോൾ അതിനെക്കൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് അടിക്കാൻ നോക്കാം കേട്ടോ. തുണി ഇതുപോലെ 4 ആക്കി മടക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് കട്ട് ചെയ്യുക. അതേപോലെ ആം ഹോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾക്കാവുമ്പോൾ അവരുടെ ആം ഹോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്താൽ മതിയാവും. കൈക്കുഴി അതെത്ര വേണ്ടത് നോക്കിയിട്ട് ലെങ്ത്തും നോക്കി അടിക്കുക കേട്ടോ. അതാ ഇത്രയും ഒരു ഇതിൽ ആം ഹോൾ വെച്ചിട്ട് ബാക്കി മേലെ ഭാഗം ഞാൻ ഫ്രില്ലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ വീതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യലുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ രീതികളൊക്കെ പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ആ ഫ്രില്ലിൻ്റെ മേലെ ഇതേപോലെ ഒരു പീസ് നല്ല ഭാഗവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കാനും നെക്കിൻ്റെ അവിടെ ഒരു തിക്നെസ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. രണ്ട് ഫ്രണ്ട് ഭാഗവും ബാക്കത്തെ ഒരു പോർഷനും ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ. എന്നിട്ട് ഒരു സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യൂലേ, ആ പൈപ്പിംഗ് ചെയ്യും പോലെ ആം ഹോളിൻ്റെ അവിടെ മുതൽ ചെറിയൊരു ബെൽറ്റ് പോലെയുള്ള സ്ലീവില്ലേ, അങ്ങനെ 2 ബാക്ക് സൈഡിലേക്കും ആക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇത് കണ്ടില്ലേ, ആം ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് അതിങ്ങനെ പൈപ്പിംഗ് പോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചൊരു തിക്നെസ്സായിട്ട്. അതിനുള്ള അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് സ്ലീവ് ചെറിയ കുട്ടിയാകുമ്പോൾ 3 വയസ്സാണെങ്കിലും 4 വയസ്സാണെങ്കിലും സ്ലീവ് എത്രയാണ് വേണ്ടത് നോക്കുക. ചെസ്റ്റിൻ്റെ നെക്ക് ലെങ്ത്ത് എത്ര നോക്കിയിട്ട് സ്ലീവ് നോക്കി എത്ര വേണ്ടത് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടില്ല ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ, അതിൻ്റെ അളവും കൂടെ എടുത്തിട്ട് എത്ര വേണ്ടത് നോക്കുക കേട്ടോ. എന്നിട്ട് അത്രയും ലെങ്ത്തിലുള്ളൊരു പീസ് കുറച്ച് വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഇങ്ങനെയാണ് ഉടുപ്പായിട്ടുള്ളത്. ആം ഹോള് സ്ലീവും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജോയിൻ ചെയ്യാനുള്ളതും കൂടെ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു മോഡലാണ് ഉടുപ്പ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ആദ്യം ഇതിന് ലൈനിങ് വെക്കണമെന്നതിന് കേട്ടോ പിന്നെ വിചാരിച്ചു സ്ലീവ്ലെസ് ആയിട്ട് അടിച്ചിട്ട് ഒരു ഫുൾ സ്ലീവുള്ള ടീഷർട്ട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ടീഷർട്ടൊന്നും എടുത്തിടാനുള്ളൊരു ക്ഷമ ഉൾക്കില്ലാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ എടുത്തിട്ടതാണ്. നീലടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അടിയിൽ പാൻറ് എടുത്തു കൊടുത്തതാണ്. ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മക്കൾക്കൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. തുടക്കക്കാർക്ക് വരെ അടിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ആം ഹോളിൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു പൈപ്പിംഗ് പോലുള്ള ഒരു സ്ലീവും ഈ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നതും പിന്നെ സൈഡ് ജോയിൻ ചെയ്യുന്നതും അത്രേ ഇതിനൊരു പണി വരുന്നുള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടുന്നതും എങ്ങനെയാണെന്ന് പറയുന്നതും. അപ്പോൾ തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണേ.